ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു സാധനം ശുദ്ധീകരിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഈ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ സ്ട്രോന്ന് അങ്ങനെ ചെറിയ ഹോൾസ് ആക്കി വെച്ചിട്ട് അതിലേക്ക് ഫ്ലെക്സ് ക്യൂക്കൊക്കെ നല്ല പാങ്ങിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. നല്ല ലുക്കായിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പണ്ട് പഠിക്കാനുണ്ടായ സാധനമില്ലേ, വെള്ളം ഇങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുന്ന സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ഇല്ലേ, അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റത്തെ കുപ്പിയിൽ വലിയ ജില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേൽ കുറച്ച് ചരൽ എടുത്തിട്ടുണ്ട്. നമ്മൾ പൊയ്യെല്ലാം അടിക്കുമ്പോൾ കിട്ടുന്ന ചരലാണ്. പിന്നെ മൂന്നാമത്തേൽ നമ്മൾ കരിയാണ് എടുത്തത്. കരി എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പ്യൂരിറ്റീസൊക്കെ കളയാൻ വേണ്ടി പറ്റിയൊരു സാധനമല്ലേ, അതുകൊണ്ട് അതെടുത്തിട്ടുണ്ട്. പിന്നെ നാലാമത്തേൽ നമ്മൾ പൊയ്യാണ് എടുക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ കോട്ടനാണ് ഉദ്ദേശിച്ചത്. കോട്ടൺ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാൻഡേജ് ആക്കുമ്പോൾ വെക്കുന്ന സാധനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പൊയ്യ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെറ്റപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഫിൽറ്റർ ചെയ്ത് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മാംഗോൻ്റെ ജ്യൂസാണ്. നമ്മളെല്ലാവരും സാധാരണയായിട്ട് കുടിക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ ഇത് നമ്മളൊന്ന് വെറുതെ പ്യൂരിഫൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ജില്ലിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല സ്പീഡിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ചരലിലേക്കും കരിയിലേക്കും എല്ലാം നല്ല സ്പീഡിലെത്തിയിട്ടുണ്ട്. പിന്നെ പൊയ്യലെത്തുമ്പോൾ അത് നല്ലോണം സ്ലോ ആയി, താഴോട്ട് വരുന്നതേ ഉണ്ടായിരുന്നില്ല. കണ്ടോ, പാത്രത്തിലൊന്നും എത്തിയിട്ടേ ഇല്ല. അങ്ങനെ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തു. ആ കുപ്പിയിലുള്ള കുറച്ചായിട്ട് ഒഴിച്ചുകൊണ്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് കാണാറുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റെപ്പാണ്. അതിൽ വെള്ളം വീണിട്ട് കുറേ മോശമായി പോയിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് പോയി നോക്ക്. അങ്ങനെ ഏകദേശം നമ്മൾ ആ കുപ്പിയിലുള്ളത് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി. അവസാനം നമ്മുടെ ആ പാത്രത്തിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കളറ് നോക്കിയേ, നല്ല ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ നല്ല പച്ചവെള്ളം മാതിരിയാണ് കാണുന്നത്. അപ്പം ഞാനതിൻ്റെ ഒറിജിനലും ഇതും വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫിൽറ്റർ ചെയ്ത് വരുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കുറേ ടൈം വെക്കുന്തോറും അതിൻ്റെ കളറ് ചെറുങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, ഈ പൊയ്യലെത്തുന്നത് വരെ അതിൻ്റെ കളർ ഏകദേശം ഒരു യെല്ലോ കളറായിരുന്നു. പൊയ്യ കഴിഞ്ഞ് താഴെ എത്തുമ്പോഴേക്കാണ് അതിൻ്റെ ഒരു കളറ് മാറിയിട്ട് വരുന്നത്. അതുവരെ ഏകദേശം ആ കളർ തന്നെയായിരുന്നു. കുറേ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു യെല്ലോയിഷ് കളറായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് നോക്കിയേ, ഒറിജിനൽ നോക്ക് മറ്റേത് നോക്കുക, നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് വാങ്ങിച്ച് കുടിക്കുന്നത് എത്രമാത്രം മോശമായിരിക്കും എന്ന് എനിക്കറിയില്ല. അത് വിവരമുള്ള ആരെങ്കിലും പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും.